പറയണമാതിരി ഒരുമയുണ്ടെങ്കിൽ ഒലക്കെ കിടക്കുക. ആ പരിപാടിയൊന്നും എല്ലാവരുടെ ഹെൽപ്പ് വേണാനും വിളിക്കുന്നിടത്തൊക്കെ പോയി താമസിക്കുന്ന ഇതല്ലേ സ്ഥിതി. നമ്മുടെ വീട്ടിൽ കയറ്റി നമ്മൾ ഒരു നേരമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കഴിക്കുക. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ കിട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ അത്രയ്ക്കും സംസാരിക്കാൻ പറ്റിയ കുറെ വിഷയങ്ങളൊന്നും നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടില്ലെന്ന് തന്നെ പറയാം. അപ്പൊ അരുണിമ അല്ല അങ്ങനെയല്ല ബാക്ക് പാക്കർ അരുണിമ ആ ചാനൽ ഒരു ട്രാവൽ വ്ളോഗറാണ്. ഇപ്പോൾ US-ലാണ് കറന്റ് പുള്ളിക്കാരത്തി ട്രാവലിങ്ങിന്റെ ഭാഗമായിട്ട്. അങ്ങനെ അവിടെ ചെല്ലുന്നു, ഒരു മലയാളിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ള ഒരു ഫ്രണ്ടാണെന്ന് പറയുന്നു. പിന്നീട് ഉണ്ടാവണ പൊല്ലാപ്പും കാര്യങ്ങളും അത് നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും കണ്ടതായിരിക്കും. എന്നാലും അതിലൊരു ചെറിയ ഭാഗം കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഗൗരവപരമായി നമുക്കും പറയാനുണ്ട്. കാരണം ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് പോകേണ്ട ഒരു അത്യാവശ്യം തന്നെയാണ്. ഇത് നമുക്ക് ആദ്യം അരുണിമയുടെ പോയി ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആള് വലിയേറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ്. പക്ഷെ അമേരിക്ക വന്ന് ഫസ്റ്റ് ഡേയില് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചത്, ഇതിപ്പോ 3ാമത്തെ നൈറ്റ് ആയി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് ഈ വീഡിയോ. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ, അരുണിമ താമസിച്ച വീട്ടിൽ നിന്ന് അരുണിമനെ അടിച്ചിറക്കി പാതിരാത്രി വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ഒരു വീഡിയോ അങ്ങ് ഇറക്കി വിട്ടു. ഞാൻ ഈ വീഡിയോ ആദ്യം അന്ന് തന്നെ കണ്ടായിരുന്നു. പക്ഷേ അത് നമുക്കെന്താ പറയാ, പെട്ടെന്ന് ഓടിച്ചാടി ഒരു റിയാക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ അരുണിമേനെ സപ്പോർട്ട് ചെയ്ത് പറയാം. കാരണം നമ്മൾ മറുഭാഗം കേട്ടിട്ടില്ല, അവർക്കും പറയാനുണ്ടായിരിക്കും. ഒരിക്കലും എനിക്ക് ഉറപ്പാണ്, എസ്പെഷ്യലി ഈ കുട്ടി മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഏജ് ഉള്ള ഒരു 70 above ഏജ് ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ കുട്ടിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു പെൺകുട്ടിനെ പാതിരാത്രി ഇറക്കി വിടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഉറപ്പ്, അല്ലെ? അപ്പൊ അവരുടെ ഭാഗം വൈകാതെ വരുന്നത് നമുക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്താണ് അവരൊന്ന് പറയണേന്ന്. അപ്പൊ നിങ്ങൾ കേട്ട വീഡിയോകളൊന്നും കുറെ പ്രാവശ്യം വീണ്ടും എന്റെ ചാനലിലൂടെ കേൾപ്പിച്ച് ബോറടിപ്പിക്കുന്നില്ല. കാരണം ഇത് കുറച്ച് ദിവസമായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ നമുക്കൊരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷന് വേണ്ടി നമുക്ക് ചെറുതായിട്ട് മറുഭാഗത്തെ ആ വോയിസും കൂടി ഒന്ന് കേൾക്കാം. മൺഡേ മോർണിംഗ് അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കേൾക്കാം, അവര് ആ പാതിരാത്രി അവിടെ ആരെയും അടിച്ചിറക്കി വിട്ടിട്ടില്ല. അപ്പൊ ആദ്യത്തെ ദിവസം അരുണിമയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ആ ഫാമിലിക്കെതിരെ വന്ന് ഒരുപാട് മോശമായ പ്രതികരണങ്ങൾ, കമന്റ്സ്, കാര്യങ്ങളൊക്കെ. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ എന്ത് കേട്ടാലും എടുത്തു ചാടും, അല്ലെ? അപ്പൊ അവർക്കെതിരായിട്ട് എന്നാലും ഒരു പെൺകുട്ടിനെ അടിച്ചിറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രക്ഷോഭമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പിന്നീട് അവർ വരുന്നു, അവരുടെ ഭാഗം ഫേസ്ബുക്കിലൂടെ ആളുകൾ അറിയിക്കുന്നു, പോസ്റ്റ് ഇടുന്നു, വീഡിയോസ് ഇടുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചിന്തിക്കുവാണ്, അവരുടെ ഒരു അവസ്ഥ ആലോചിക്കുക. അതായത് ഒരു വ്യക്തി ഒരു കൺട്രി വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്കൊരു ഹെൽപ്പായിട്ട് അവരുടെ സ്വന്തം വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, അവർക്ക് കുറച്ച് ദിവസത്തെ അക്കോമഡേഷൻ, അതാണല്ലോ എക്സ്പെക്ട് ചെയ്യുക. ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയാം, ഒരു എബ്രോഡ് കൺട്രീസിലും ഒരു വ്യക്തികളും ഒരു പേഴ്സണെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ആജീവനാന്ത കാലം ജീവിച്ചോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 15-20 ഡേയ്സ് ഹോളിഡേ ആണെങ്കിൽ അത്ര നാളും ഞങ്ങൾ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വളരെ ചുരുക്കേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഈ ജാതി സ്ഥിതിയിലൊക്കെ ആയിരിക്കും. അവർ ഒരിക്കലും അടിച്ചിറക്കി വിട്ടിട്ടില്ല. പക്ഷേ ഈ നമ്മൾ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാന്നില്ലേ, മിക്കവാറും അത് തന്നെ എവിടെയൊക്കെ സംഭവിക്കാറ്. സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ വീട്ടിലെ ഒരു കുട്ടി അരുണിമയോട് പറയുന്നു, 20 years ഉള്ളൊരു പെൺകുട്ടി പറയുവാണ്, സൺഡേ പുതിയ അക്കോമഡേഷൻ നോക്കണം, മൺഡേ മാറണം. കാരണം അവർക്ക് അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫ്രണ്ട്സ് വരുന്നത് കൊണ്ട്, അവർക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് റൂം സെറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു, അല്ലാതെ നമ്മൾ പറയണ മാതിരി ഒരുമയുണ്ടെങ്കിൽ ഒലക്കെ കിടക്കുക, ആ പരിപാടി ഒന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല. സത്യത്തിൽ കുറച്ച് കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അരുണിമ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈവൻ അവര് പറഞ്ഞ, അല്ലെങ്കിൽ അവര് പറയുന്ന ടോൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ അവർക്കൊരു ഇഷ്ടക്കേട് ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നത് അവർക്കൊരു അസൗകര്യമാണ് എന്ന് മനസ്സിലാകുമ്പോൾ അതിപ്പോ
നട്ടവൃത കേസ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ക്ഷണിച്ചു, നമ്മൾ ചെന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരണം. 1-2 ദിവസം നമ്മൾ അവരുടെ വീട്ടിൽ നിന്നോ, അവരുടെ ഒരു ഹെൽപ്പ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തോ, അവര് നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തെങ്കിൽ നമ്മൾ ഒരുപാട് നന്ദിയുള്ളവരൊന്നും ആകണ്ട. പക്ഷേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴി പാതിരാത്രി ഒരു അക്കോമഡേഷൻ തേടാനോ സ്വയം ഒരു സേഫ്റ്റി കണ്ടെത്താനല്ല ശ്രമിച്ചത്. പെട്ടെന്ന് ക്യാമറ എടുത്ത് അതും വിറ്റ് കാശാക്കാനാണ് ആര്യടുമ്മ ശ്രമിച്ചത്. ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് ഈ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്, ഇവരെന്നെ അടിച്ച് പുറത്താക്കി. അതിന് പുറമെ എത്രമാത്രം ആ വീട്ടുകാരെ അധിക്ഷേപിക്കാവോ? അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ വീട്ടില് ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ താമസിക്കുന്നോ, റെന്റ് കൊടുത്തോ, അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. അതൊന്നും വിളിച്ച് സോഷ്യൽ മീഡിയയിൽ വിളമ്പണ്ട. എന്തെങ്കിലും ആവശ്യം ആ കുട്ടിക്കുണ്ടോ? ഒരു തിങ്ക് ചെയ്യാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടിയാലും ചാനൽ കൊണ്ട് വിളമ്പാ വളരെ മോശമാന്ന് പറയാം. നമുക്കൊരിക്കലും ഈവൻ ആ വീട്ടുകാരുടെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും ഡീല് ചെയ്യേണ്ട രീതി അതല്ലായിരുന്നു. അവരിപ്പോ അങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ച കാരണം അവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആൾക്കാർ പൊങ്കാലടിക്കുന്നത് നിർത്തി. അല്ലെങ്കിൽ ആളുകൾ കണ്ടിന്യൂസ് അവരെ തെറി വിളിക്കത്തില്ലേ? അരുണിമയുടെ അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം എന്തുമാത്രം റിയാക്ഷൻ വീഡിയോസ്, എത്രമാത്രം കമന്റ്സ്, എത്രമാത്രം അധിക്ഷേപങ്ങള് ആ വീട്ടുകാർ കേട്ടു. അവരെ കുറിച്ച് മറ്റുള്ളവര് എന്തുമാത്രം മോശമായാണ് സംസാരിച്ചത്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്നറിയോ? ഇനി ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പേഴ്സണോട്, ഇപ്പൊ നാട്ടിൽ നിന്ന് ഇതുപോലെ ട്രാവലിങ്ങിന് പോകുന്നതോ വിസിറ്റിങ്ങിന് പോകുന്നോ എങ്ങനെയുള്ള ആളുകളാണെങ്കിലും ആരെങ്കിലും വീട്ടിൽ കേട്ടോ, ഇതല്ലേ സ്ഥിതി, നമ്മുടെ വീട്ടിൽ കേട്ടി നമ്മൾ ഒരു നേരമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കഴിക്കുക, വേണ്ട 1 രൂപ 2 രൂപ എന്തെങ്കിലും ഒക്കെ റിസീവ് ചെയ്ത ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ മനസാക്ഷി, നന്ദി, ഇതിനൊക്കെ പറയാ, നമുക്കൊരു അവരോടൊരു ഒരുപാട് റെസ്പെക്ട് അങ്ങനെയൊന്നും നമുക്ക് കാണിക്കണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് അവരെ കുറിച്ച് മോശം പറയാതിരിക്കുക. അയ്യോ, വളരെ മോശമായ രീതിയിൽ ആ കുട്ടി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്, പറഞ്ഞത് ഇങ്ങനെ, പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പാതിരാത്രി ഇറങ്ങണമെന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് ആ കുട്ടി തന്നെ ക്രിയേറ്റ് ചെയ്താണ് പറയുന്നത്. എന്നെ അടിച്ചിറക്കി, ഈ പാതിരാത്രി ഞാൻ ഇനി എവിടെ പോകും? അത് കൃത്യമായി ആ വീഡിയോയിൽ നമുക്ക് കാണാം. അവര് പറയുന്നത് ഇന്ന് പോകാനല്ല പറഞ്ഞത്, നാളെ അക്കോമഡേഷൻ കണ്ടുപിടിച്ച് മൺഡേ മാറാനാ പറയുന്നത്. ഒരുപാട് കൺട്രീസിൽ ട്രാവൽ ചെയ്യുന്നു പറയുന്നത്, ഒരുപാട് കൾച്ചറുകൾ എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ് അരുണിമ. അത് ആദ്യമായി ഒരു ട്രാവൽ പോകുന്ന വ്യക്തിയൊന്നുമല്ല. ഞാൻ മാക്സിമം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ നമ്മൾ ഹെൽപ്പ്, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ അക്കോമഡേഷൻ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിലോ നമുക്കിത് ആരുടെയൊന്നും കേൾക്കേണ്ടി വരത്തില്ല. ഇത് വല്ലവരുടെ ഹെൽപ്പ് വേണാനും വിളിക്കുന്നിടത്തൊക്കെ പോയി താമസിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അപ്പോഴേക്കും അത് വീഡിയോ പിടിച്ച് റെക്കോർഡ് ചെയ്ത് അവരെ തന്നെ മോശക്കാരാക്കി അവരെ മറ്റുള്ള ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു രീതി. അതിനെ ഇനിയിപ്പോൾ അരുണിമ എവിടെയെങ്കിലും പോയി ഹെൽപ്പ് ചോദിക്കി ഒരു വ്യക്തി ആക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇതല്ലേ സിറ്റുവേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആ നൈറ്റിൽ പോലും ആ പാതിരാത്രി അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ആ കുട്ടി ഒരു സേഫ് പ്ലേസ് കണ്ടുപിടിക്കാനല്ല ശ്രമിച്ചത്. എങ്ങനെ ആ വീട്ടുകാരെ മോശക്കാരായി നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കാം, അതുവഴി എനിക്ക് എങ്ങനെ കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം, അതിനുവേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ മോണിറ്റൈസേഷൻ ഒക്കെ ഓഫ് ചെയ്തിട്ടായിരിക്കണം ആ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുള്ള കാരണം ഈ ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തികളും ഒരു പേഴ്സണെ പോലും ഹെൽപ്പ് ചെയ്യത്തില്ല. പിന്നെ പറഞ്ഞത് ആ ഫ്രണ്ട് എന്ന് പറയുന്ന പേഴ്സൺ, ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തി അവിടെ റെന്റ് കൊടുത്താ താമസിക്കുന്നത്. അതിൽ എന്താണ്? നമ്മളൊരു എബ്രോഡൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് ആണ്. ചുമ്മാ നമ്മുടെ സ്വന്തം വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരുപാട് ചെലവുകളുണ്ട്. അത് അവരുടെ വീട്ടിലുള്ള എല്ലാ പേഴ്സൺസും ഇപ്പൊ ആ വ്യക്തിക്ക് എത്ര ഏജ് ഉണ്ടെങ്കിലും ആ വ്യക്തി അവിടെ വർക്ക് ചെയ്തനുസരിച്ച് ആ വ്യക്തിക്ക് പെൻഷനും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഇൻകം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ള ഒരു വ്യക്തി ആയിരിക്കും. അപ്പൊ അവരത് ഷെയർ ചെയ്ത് അവരെ വീട്ടിൽ അതൊരു മറ്റുള്ളവർക്കും ഒരു കുഴപ്പമില്ല, അവർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ അരുണിമ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വെറും 1-2 ദിവസം അവരുടെ വീട്ടിൽ പോയി താമസിച്ച് അവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടു പരിചയപ്പെട്ടു 2 വട്ടം സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ വീട്ടിലെ സിറ്റുവേഷനെ മോശമായി ചിത്രീകരിച്ചത് ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചില ആളുകളെ സോഷ്യൽ മീഡിയയിൽ കാണാറില്ലേ, നമ്മുടെ കാര്യം നട്ടക്കോളം നമ്മുടെ കൂടെ എങ്ങനെ നിൽക്കും, എന്നിട്ട് നമ്മുടെ നിന്ന് കിട്ടാവുന്നതൊക്കെ അടിച്ച്
മാറ്റി വാങ്ങിയതിന് ശേഷം പിന്നീട് നമ്മളെ ശത്രുക്കളായി കണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം തെറിയൊക്കെ വിളിക്കും. കാരണം എന്താണെന്നറിയോ, ഒരിക്കലും ആ കിട്ടിയ സാധനം പിന്നീട് അവർ തിരിച്ചു ചോദിക്കാൻ പാടില്ല. അങ്ങനെ മെന്റാലിറ്റി വെച്ച് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. ഒരുമാതിരി ഇപ്പൊ ആലം കടക്കോളം നാരായണ അത് കടന്നു കഴിയുമ്പോൾ ഞാൻ പറയുവാണ്, നമ്മൾ പോയി താമസിച്ച വീട് നമ്മുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ അവർ പ്രവർത്തിച്ചോളം നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ അവർ തരുന്നത്. ഇപ്പൊ അവര് പറയുവാണ്, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാം എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫർ അവർ വെക്കുമ്പോൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യണോ, അവിടെ പോണോ, താമസിക്കണോ എന്നുള്ളത് കംപ്ലീറ്റ്ലി ആ പേഴ്സന്റെ ചോയ്സ് ആണ്. നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് രാജ്ഞിയെ പോലെ താമസിക്കാൻ പറ്റില്ല. നമ്മൾ ചെന്നിടത്ത് എങ്ങനെയാണോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. പറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ ഇറങ്ങിപ്പോരണം. അല്ലാതെ അവരെ വലിച്ചിട്ട് അടിച്ച് താത്തി സംസാരിച്ച് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ആ വീട്ടുകാരുടെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പോലും നമ്മളല്ലേ വലിഞ്ഞു കയറി അവിടെ ചെന്നത്. ഇപ്പൊ പറഞ്ഞത് ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഇത് നമ്മുടെ ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ ഇരിക്കുക. മാക്സിമം നമുക്ക് വേണ്ട അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ സ്നേഹമാണ്, ഫ്രണ്ടാണ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. 2-3 ദിവസം നിന്ന് കഴിയുമ്പോൾ എല്ലാവരുടെയും ശബ്ദം മാറും, കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഉള്ള തീരുമാനങ്ങൾ ചാടിക്കേറി എടുക്കുക. എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം എപ്പോഴുണ്ട് എവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യണോ ആ ഹെൽപ്പ് ചെയ്യണവരുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു അടി കെട്ടിയിരിക്കും. എല്ലാ മനുഷ്യരല്ല കേട്ടോ, എന്നാലും മിക്കവാറും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പുറത്തു പോയി ഒക്കെ അങ്ങനെ നിൽക്കുന്ന ആളുകൾ മാക്സിമം സ്വന്തം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അല്ലാതെ വല്ലയിടത്തും കയറി ചെന്ന് പിന്നീട് അവർക്ക് തന്നെ പണി ഇട്ട് കൊടുത്ത് അവർക്ക് മാക്സിമം പാര വെച്ച് അങ്ങനെ ആകാതിരിക്കുക. അങ്ങനെ നമ്മൾ ഒരാളെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതുപോലും ഇല്ലാത്ത സ്ഥിതിയാണ്. മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ 1-2 ദിവസം കണ്ട ആളുകളെ ഹെൽപ്പ് ചെയ്യേണ്ടിരിക്കുക. കാരണം നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്തോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നാളെ പണി കിട്ടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണ്, നമ്മുടെ അഭിപ്രായങ്ങളോട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ കമന്റ്സ്, ലൈക്ക്, അതുപോലെ തന്നെ സബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എല്ലാവർക്കും ടാറ്റ, ബൈ.